യാത്രക്കാരുടെ നടുവൊടിക്കുന്ന റോഡ് തകർച്ചയുടെ ഞെട്ടിക്കുന്ന കാഴ്ചയാണിത്. കാസർഗോഡ് മെഡിക്കൽ കോളേജിലേക്കുള്ള പാതയിൽ പള്ളത്തടുക്കയിൽ റോഡ് പൂർണ്ണമായും തകർന്ന് ചെളിക്കുളമായിട്ട് 6 മാസത്തോളമായി. ബസ്സും ലോറിയും അടക്കമുള്ള വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ടാറിംഗ് ഇല്ലാതായി ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശം കടക്കുവാൻ ഏറെ പ്രയാസപ്പെടുകയാണ്. റോഡ് തകർച്ച ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നു. മെഡിക്കൽ കോളേജിലേക്കുള്ള വിദ്യാർത്ഥികൾ, രോഗികൾ, കർണാടകയിലെ പുത്തൂർ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന ആയിരങ്ങൾ ദിവസവും ഈ ദുരിതം സഹിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടാണ് റോഡിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ. ഇപ്പൊ അവിടെ ആ ബ്രിഡ്ജിന്റെ അടുത്ത് പൊട്ടിയിട്ടുള്ള സംഭവത്തിൽ പറഞ്ഞെങ്കിൽ വണ്ടി ഇപ്പൊ ലോഡുണ്ട്. ലോഡുള്ള സമയത്ത് അതിൽ നിന്ന് കയറാനൊന്നും പറ്റുന്നില്ല. അത്രയും ബുദ്ധിമുട്ട്. അവിടെ ഇപ്പോൾ പിന്നെ നിർത്തിയിട്ട് ഈ ഹൈ ഗിയർ ഉള്ളതുകൊണ്ട് മറ്റു വണ്ടി അല്ലാതെങ്കിൽ വലിക്കുകയും ചെയ്യില്ല. വളരെ പരിതാപകമാണ് റോഡിന്റെ അവസ്ഥ. ഒരുപാട് കുഴികളില് ഒരുപാട് കുഴികളുണ്ട്. അങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരുപാട് വലിയ കുഴികളാണ്. ബൈക്കോ കാര്യങ്ങളോ ഒക്കെ വീണ് കഴിഞ്ഞെങ്കിൽ വലിയ അപകടം തന്നെ ഉണ്ടാവും. ബൈക്കിൽ ഇപ്പോൾ ഫാമിലി ആയിട്ടെല്ലാം പോകുന്നവർക്ക് ഇതാകുമ്പോൾ ഇപ്പോൾ 4 വീലുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ അനുഭവിക്കുന്നത് കുറച്ച് മാസമായി, ഒരു 6 മാസത്തോളമായി. ഇത് ഇങ്ങനെ മഴക്ക് മുമ്പേ ഇതിങ്ങനെ ഞാൻ അധികൃതരെ ശ്രദ്ധിച്ചിട്ടോ പിടിച്ചിട്ടോ ഒന്നുമില്ല. കാസർഗോഡ് ബദിയടുക്ക പൊതുമരാമത്ത് റോഡിലാണ് ഈ യാത്രാ ദുരിതം. മെഡിക്കൽ കോളേജിലേക്ക് വിദ്യാർത്ഥികൾ വരാൻ തുടങ്ങിയ സാഹചര്യത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.